സകല ഭൂവാസികളുമായവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിലുള്ളവർ ആകുന്നു. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അധികാലത്ത് ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സത്യകർത്താവ്, നിങ്ങളുടെ ജീവന്റെ പരിപാലകരമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാനും ഇന്നത്തെ ഈ ലോകത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പരിമിതികളുടെ മധ്യത്തിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെയും ശബ്ദത്തിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മ സാന്നിധ്യം, അദൃശ്യമായ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഓരോ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അനുഭവിക്കുവാൻ, ഓരോ ഭവനങ്ങളും ആലയങ്ങളായി രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ലോകത്തിന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ലോകത്തിന്റെ സൗഖ്യത്തിന് മുഖാന്തരമാകുവാൻ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, ഞങ്ങളുടെ ശാപങ്ങൾ മാറുവാൻ, ദൈവകൃപയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുന്നു. ആദ്യമോടൊന്നും അവിടുത്തെ കൃപ പകരണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ പാഠപുസ്തകത്തിൽ 27-ാമത്തെ ഗാനം, വാഴ്ത്തിയിടും യേശുനാമത്തെ എന്നുള്ള ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. പാഠപുസ്തകത്തിൽ 27-ാമത്തെ ഗാനം.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 6-ാമത്തെ പുറം, സ്തുതിയുടെ വചനങ്ങൾ 4-ാമത്തെ ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും വീഴ്ചകളെയും ഉണർന്നുകൊണ്ട്, കർത്താവേ, എന്നെ അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ, എന്നെ അവിടുത്തെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ ഉണർന്ന് പാപക്ഷമയ്ക്കായും ശുദ്ധീകരണത്തിനായും ദൈവാനുഗ്രഹത്തിനായും ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, അവൻ ആശ്രയം എല്ലാം വച്ചോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ, ഹിമം പോലെ നിഷ്കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പാപക്ലേശം ഏറ്റ വസ്ത്രം നീ മാറ്റി, കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ദോഷികൾക്കായി ഊറും ജീവോറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ, കുളിച്ചോ രക്തത്തിൽ, ഹിമം പോലെ നിഷ്കളങ്കമോ നിൻ വസ്ത്രം, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പാപക്ഷമയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാമത്തിൽ കാണുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. വാസ്തവമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾക്കുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥങ്ങൾക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു.
നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായി, ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 15-ാം ഭാഗത്തിൽ കാണുന്ന സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഓരോ സ്തോത്രാപേക്ഷയുടെ പിന്നാലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന സഭയായി നമ്മുടെ ദൈവത്തിന് നന്ദി കരേറ്റാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റു ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായി പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ദൈവവചനം എന്ന വിശിഷ്ട ദാനത്തിനായി ദൈവം നമുക്ക് നൽകുന്ന അപക്ഷമയ്ക്കായി ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായി നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനമാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യവും ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കുവാനും കൃപയറിയണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു വിശുദ്ധാത്മാവൂലം അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് ഈ സമയം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധനക്രമത്തിലെ കൽപ്പനകൾ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 20-ാമത്തെ ക്രമം. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞത് എന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എൻ്റെ മുമ്പാകെ എൻ്റെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകയെങ്കിലും അതിനെ സേവിക്കെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ അവരുടെ നാമം വൃഥാ എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയ്ക്കുകയും ചെയ്യുക. എന്നാൽ ശബ്ദത്തിനാൾ എന്നെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കൽപ്പനകളുടെ ചുരുക്കം. കർത്താവായ യേശു തന്റെ ഉപദേശത്തിൽ കരുണ ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകളെ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാമത്തെ ക്രമം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു,
അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് മരിച്ചവരെ ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സൗഖ്യത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തേക്കുള്ള സങ്കീർത്തന പാഠഭാഗം നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. 119-ാമത്തെ സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. 119-ാം സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി നമുക്ക് ചൊല്ലാം. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അത് എന്റെ ധ്യാനമാണ്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാണ്. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവരാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീടുപെടുന്ന മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തന്നപ്പോൾ പുരുഷാരം യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രമാരെ പോലെ അല്ല, അധികാരമുള്ളവരായിട്ടത്രേ യേശു അവരോട് ഉപദേശിച്ചു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും നമുക്ക് ദൈവത്തോട് അറിയിക്കാം. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന കർത്താവ് നമ്മുടെ എല്ലാവിധമായ അപേക്ഷകൾക്കും പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകാനായി നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവാലയത്തിൽ വരാൻ അവസരമില്ലായെങ്കിൽ തന്നെ ഭവനങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വാസ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കലഹിതനായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. കർത്താവിൽ നിന്നുള്ള അത്ഭുത സൗഖ്യവും വിടുതലും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകത്തെ ബാധിച്ചിരിക്കുന്ന COVID-19 എന്ന ഈ മഹാമാരി, ഈ കൊറോണ വൈറസ്, അത് മുഖാന്തരമുള്ള ഈ മഹാമാരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക, എല്ലാവരും സാധാരണ നിലയിൽ ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ തന്നെ കുറവുകളെയും വീഴ്ചകളെയും ഉണർന്ന് ഒരു വിശുദ്ധീകരണത്തോടെ ഒരു പുതിയ സൃഷ്ടിയായി ഈ ലോകത്തെ നാളത്തേക്കായി സംരക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രകാരം ജീവിക്കുവാനായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, രാജ്യത്തെ, സംസ്ഥാനത്തെ എല്ലാം ഓർക്കണം. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, സന്നദ്ധ പ്രവർത്തകരെ എല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും ഈ ദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയിന്ന്. പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയിന്ന്. അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് ഞങ്ങൾ ദിനത്തോറും നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ ഈ ആരാധനയ്ക്കായി പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സമയത്തെ ഓർത്തും ഞങ്ങളേക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വ്യത്യസ്തമായി ആണെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ ആലയത്തിനായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം 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 ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം ഞങ്ങൾ അവിടുന്ന് കാത്തു പരിപാലിച്ച കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനാൽ നന്ദി കരേറ്റുന്നു. കർത്താവേ, ഈ ലോകം മുഴുവനും രോഗത്തിന്റെയും വേദനയുടെയും ഭാരത്തിന്റെയും ഉത്കണ്ഠയുടെയും അവസ്ഥയിലായിരിക്കുമ്പോൾ അവരെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ ജീവിതത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന കർത്താവെ, ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് കർത്താവെ ഒരു സൗഖ്യം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ COVID-19 എന്ന വൈറസ്, ഈ മഹാമാരി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സാധാരണ നിലയിൽ ജീവിക്കുവാനുള്ള അവസരത്തെ അവിടെ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അവിടെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. സൗഖ്യം വരണമേ, അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ സൗഖ്യത്തിനായി, ജില്ലയ്ക്കായി, ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലഹീനതയിലും ഭാരത്തിലും ആയിരിക്കുന്ന ജീവിതങ്ങളെ, കുടുംബങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും അവിടുന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിലെ ഓരോ കുടുംബങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. അവരവിടുന്ന് സംരക്ഷിക്കണമേ, സൗഖ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ. രോഗത്തിന്റെ അവസ്ഥകളെല്ലാം മാറി പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അവർ ഭവനങ്ങളിലെത്തി ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരേറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പ്രിയമക്കളെ സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ലോകത്തിന്റെ സൗഖ്യത്തിനായി പരിശ്രമിക്കുന്ന എല്ലാ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റുകളെ അവിടെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, സന്നദ്ധ പ്രവർത്തകരെ,
പോലീസ് ഉദ്യോഗസ്ഥരെ, മറ്റ് വിവിധ പ്രവർത്തകരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്, രോഗവ്യാപന ശക്തികളിൽ നിന്ന് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവരവർ നിയന്ത്രിച്ച് ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള വിവേക ബുദ്ധി എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപയും സമാധാനവും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് അവിടുത്തെ സൗഖ്യം നൽകണമേ. വിവിധ തരത്തിലുള്ള ബലഹീനതയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വിജയമാക്കുന്ന മാതാവായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജലൂസ് എന്ന പ്രിയ സഹോദരനെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിഥുൻ എന്ന പ്രിയവനായിട്ട് പ്രാർത്ഥിക്കുന്നു. സുരേഷ് എന്ന പ്രിയ സഹോദരനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി എന്ന പ്രിയ സഹോദരിയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സുകുമാരൻ എന്ന പിതാവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിലും ഭാരത്തിന് കഴിയുന്നവരെ അവിടുത്തെ പരിശുദ്ധാത്മകരം തൊട്ട് അവിടുത്തെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം പ്രാപിച്ച്, യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. അന്ധകാര ശക്തികളെ അവിടുന്ന് മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങളെ അവിടുന്ന് തകർക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ ബലപ്പെടുത്തണമേ. ദീർഘായുസ്സോടെ നയിക്കണമേ. എല്ലാ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. കാർഷികവിളകൾ, മൃഗസമ്പത്തുകൾ, പ്രവചാനങ്ങൾ, അധ്വാനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, കർത്താവ് കൃഷി മേഖലകൾ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവ് നന്മകളാൽ നിറയ്ക്കണമേ. ദൂരസ്ഥലങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സംരക്ഷണത്തിലും അവിടുത്തെ കാവലിലും പ്രിയമക്കൾ ഓരോരുത്തരും ആയിരിക്കാൻ അവിടുത്തെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം കർത്താവ്. ജോലിക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന അനേകരുണ്ട്. നല്ല ജോലികൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയമക്കളെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവർക്ക് തകരായ തുടർന്ന് ലഭിച്ച് നല്ല കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ച് ദൈവത്തിന്റെ സ്തോത്രം കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കണം കർത്താവ്. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന ദമ്പതിമാരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്. അവിടെ ദാമ്പത്യ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി തലമുറ തലമുറയായി ഞങ്ങൾ നടത്തുന്ന ദൈവമാണല്ലോ. പ്രിയ കുടുംബങ്ങൾക്കും തലമുറകളുടെ നന്മ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഗർഭിണികളായിരിക്കുന്നവരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. തകസ്മയത്തെ വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ദൈവത്തിന് നന്ദി കരയ്ക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ പ്രസവാനന്തരമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർക്കുന്നു. ദൈവിക സംരക്ഷണത്തിലായിരിക്കാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയിലുള്ള വരങ്ങളിൽ ഞങ്ങൾ അവരെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാതൃകയോടെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഭവനത്തിനും നാട്ടിനും കൊള്ളാവുന്നവരായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണം കർത്താവെ. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നേരിട്ടുള്ള വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിട്ടിരിക്കുമ്പോൾ വിവിധ മുഖാന്തരങ്ങളിലൂടെയുള്ള അവരുടെ പഠനം ഏറ്റവും പ്രയോജനപ്രദമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനുള്ള ബുദ്ധിയും പ്രാഗൽഭ്യവും ജ്ഞാനവും അവിടുന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ച് അവിടുന്ന് വിടുവിച്ച് സൗഖ്യത്തോടും ആരോഗ്യത്തോടും ദീർഘായുസ്സോടും അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ വികസന പ്രവർത്തനങ്ങളെ, കമ്മിറ്റികളെ, സംഘടനകളെ എല്ലാം ഓർക്കുന്നു. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം ജനത്തിനും ദേശത്തിനും സഭയ്ക്കും പ്രയോജനപ്രദമാകുവാൻ അവിടുന്ന് കൃപ ചെയ്യുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായുടെ സഭകളെ, വിശ്വാസികളെ ഓർക്കുന്നു. തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹായുടെ നേതൃത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മിഷന്മാരെയും മിഷൻ ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ സൗഖ്യത്തിനും സമാധാനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഒക്കെ ഒരിക്കൽ കൂടി ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് നൽകണമേ. അവിടുത്തെ കൃപ പകരണമേ. തിരു നന്മകൾ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടുത്തേക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് കൊണ്ടിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ.
ഈ വിശുദ്ധ ദിവസവും ഒരു വ്യത്യസ്തമായിട്ടാണെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്ൻമെന്റ് സോൺ എന്ന നിയന്ത്രണം പിൻവലിക്കുമ്പോൾ നമുക്ക് പൊതു ആരാധനകൾ വീണ്ടും ആരംഭിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും തുടർന്നുള്ള നിർദ്ദേശങ്ങളിൽ സഹകരിച്ച് പ്രാർത്ഥനയോടെ ആലയത്തിൽ ആരാധനയിലും സംബന്ധിക്കാനായിട്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം വളരെ ജാഗ്രതയും കൂടുതൽ പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകണം. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാനും നമ്മുടെ വീട്ടിലുമൊക്കെ സമ്പൂർണമായ ശുചിത്വം പാലിക്കാനുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. വേദോത്സവ പഠനത്തിലും എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ജൂലൈ 13 വിജിൽ ബി ആൻഡ് റീച്ച വിജിൽ കൈതയും അവരുടെ കുടുംബജീവിതത്തിൽ അവർ പ്രവേശിക്കുന്ന പുതിയ വർഷം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം കൂടുതൽ നന്മകൾ പകർന്ന് ദീർഘായുസ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജന്മനാൾ ആഘോഷിക്കുന്നവർ ഈ ആഴ്ചയിൽ ജൂലൈ 14 പ്രമോദ് ആർ കരിമ്പിലാവള, ജൂലൈ 16 ശ്രീമതി സുമം ഓ ബ്ലസ്സിംഗ് ദില്ല, ജൂലൈ 17 സതീഷ് കുമാർ PS ഉള്ളിൽ. പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പുതിയ വയസ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം ദീർഘായുസ്സോടെ തൃപ്തി വരുത്തട്ടെ. സഭയുടെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും നേരുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ക്രിസ്ത്യാനാത്മികളുടെ പാഠപുസ്തകത്തിലെ 503 ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധി എന്നുള്ള ഗാനം കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. തുടർന്ന് നമുക്ക് ഇന്നത്തേക്കുള്ള സന്ദേശം ഒരുമിച്ച് ധ്യാനിക്കാം.
ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് നമ്മൾ പ്രതിവാക്യമായി വായിച്ച 119 സങ്കീർത്തനത്തിൻ്റെ 103 വാക്യം. സങ്കീർത്തനം 119 അതിൻ്റെ 103 വാക്യം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. വൈദിക വിദ്യാഭ്യാസ ഞായറാഴ്ചയായിട്ടാണ് ഇന്നത്തെ ദിവസം CSI സഭ മുഴുവൻ ആചരിക്കുകയും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. വൈദിക വിദ്യാഭ്യാസം, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈദിക വിദ്യാഭ്യാസത്തിനായിട്ടാണ് സെമിനാരികൾ, പ്രത്യേക പഠന കേന്ദ്രങ്ങൾ, പ്രത്യേക ഓർഗനൈസേഷൻസ്, പ്രത്യേക പഠിപ്പിക്കലുകളൊക്കെ വിവിധ സഭകൾക്കും അതിൻ്റെതായ രീതിയിൽ പ്രത്യേക സംഘടനകളൊക്കെ ഉള്ളത് നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഐക്യ വൈദിക സെമിനാരി, കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി എന്നുള്ള പേരിൽ കണ്ണമ്മൂല സെമിനാരി മറ്റുള്ളവർക്ക് പരിചയമുള്ളതാണ്. അപ്രകാരം തന്നെ മർത്തോമ സെമിനാരിയുണ്ട് കോട്ടയത്ത്, ബിലീവേഴ്സിൻ്റെ സെമിനാരിയുണ്ട്. പിന്നെ അതേപോലെ ബാംഗ്ലൂരിൽ UTC എന്ന് പറഞ്ഞ ഒരു കോളേജുണ്ട്. സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയധികം നമ്മൾ സാധാരണ മറ്റ് വിദ്യാഭ്യാസത്തെ പോലെയുള്ള അതിനേക്കാൾ അമിതമായ പ്രാധാന്യവും പ്രവർത്തനങ്ങളും പഠന കേന്ദ്രങ്ങളും വേദപുസ്തകം പഠിക്കാനുമുണ്ട്. അത് ഈ വേദപുസ്തകം ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ വളരാനുമുള്ള ഒരു ആവശ്യബോധത്തോടുകൂടെ തുടങ്ങിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചിട്ടുള്ള ചുമതലകൾ ദൈവഹിതപ്രകാരം വിശ്വാസത്തിന് അനുസൃതമായി നിറവേറ്റാൻ ദൈവവചനത്തിന്റെ പഠനം ആവശ്യമാണ്. അതിനാണ് ഈ വൈദിക സെമിനാരികളുടെ ഉദ്ദേശിക്കുന്നത്. ദൈവജനം സജ്ജമാക്കുക, ദൈവജനത്തെ സജ്ജമാക്കുക എന്നാണ് ഉദ്ദേശം. നമ്മുടെ ഞായറാരാധനയിൽ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നു, ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. നമുക്ക് സൺഡേ സ്കൂളും യുവജന സംഘവും ബാലജന സംഘവും സ്ത്രീജന സംഘവും അതിൻ്റെ പഠന പുസ്തകങ്ങളും അതിൻ്റെ പരീക്ഷകളും ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ക്വിസ് മത്സരങ്ങളും ഒക്കെ നടത്തുന്നതാണ്. ദൈവജനം വിശ്വാസത്തിൽ സജ്ജമാകുക, ദൈവവചനം വചനത്തിൽ ശക്തിപ്പെടുക, ദൈവജനത്തെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവജനത്തെ ഈ ലോകത്തിൽ ക്രിസ്തുവിന് വചനത്തിന് അനുസരിച്ച് ജീവിക്കാനായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ദൈവജനം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിൽ നമ്മൾ ദൈവജനം എന്ന് കാണുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു പരിമിതപ്പെട്ട ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കാണുന്നത്. ദൈവജനം എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ ജനത്തെയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ യോനായിലൂടെ നിനവെ പട്ടണത്തെ ദൈവം വീണ്ടെടുക്കുമ്പോൾ ദൈവജനം എന്നുള്ളത് വളരെ വ്യാപിക്കുകയാണ്. കാരണം ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു സമൂഹമല്ലായിരുന്നു നിനവെ പട്ടണക്കാർ. പക്ഷെ ആ നിനവയ്ക്കും മനഃശാന്തരത്തിനുള്ള സാധ്യത നൽകുന്നു. അവരെ കുറിച്ചും അയ്യോ ഭാവം തോന്നിയ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവജനത്തെ നമ്മൾ അവിടെ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടമാണ് ദൈവജനം എന്ന് നമുക്ക് കാണാം. പത്രോസ് തന്റെ 1-ാമത്തെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ ജനവും, ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അപ്പൊ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, ദൈവത്തിന്റെ ജനമാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ സഭയെ, ആദിമ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ദൈവജനമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടം അവർ ദൈവജനമാണ് എന്നാണ് നമുക്ക് തിരിച്ചറിയാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ യിരെമ്യാവിനെ കുറിച്ച്, യിരെമ്യാവ് ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് യിരെമ്യാവിന് ലഭിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം പറയുന്ന കാര്യമാണ്, നിന്നെ ഞാൻ മുമ്പേ അറിഞ്ഞു, നീ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, പിന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോ യിരെമ്യാവിനെ
തിരഞ്ഞെടുത്ത് നിയോഗിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവജനത്തെ തിരഞ്ഞെടുക്കുന്നു, ദൈവജനത്തെ ദൈവം വേർതിരിക്കുന്നു, ദൈവജനത്തെ ദൈവം ശക്തീകരിക്കുന്നു. അപ്പൊ ദൈവജനം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. പ്രകടമായി നമ്മളത് മനസ്സിലാക്കുന്ന അബ്രഹാമിന്റെ ആ തിരഞ്ഞെടുക്കുന്നത്, യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു, സഭയെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കാൻ. ഈ വിളിയും ഈ തിരഞ്ഞെടുപ്പും ഈ നിയോഗവും അതാണ് ആരാധനയ്ക്കായും ദൈവത്തിന്റെ ജനമായും രൂപാന്തരപ്പെടുവാനും രൂപപ്പെടുവാനും നമ്മെ സഹായിക്കുന്നു. ഈ വിളിയും നിയോഗവും തിരഞ്ഞെടുപ്പിലും സജ്ജമായി ദൈവനാമ മഹത്വത്തിനായി നിലനിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവജനമായ നമുക്ക് എങ്ങനെ സജ്ജമാകാനായിട്ട് സാധിക്കും? ഇന്നത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ദൈവവചന പഠനം. ദൈവവചന പഠനം, തിയോസ്, ലോഗോസ് എന്നീ വാക്കുകളാണ് ഈ ദൈവവചനം എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവർത്തന പുസ്തകം, ഇന്നത്തെ പഴയ പാഠഭാഗമായ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ വചനം, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധവും വിശ്വാസവും പഠനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 1 മുതൽ 3 വരെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് അനുസരിച്ച് നടക്കേണ്ടതിന് നീ നിന്റെ മകനും മകന്റെ മകനും നിന്നോട് കൽപ്പിക്കുന്ന ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഭയപ്പെട്ട് ദീർഘായുസ്സോടിക്കുന്നതിനായി നിങ്ങൾക്ക് ഉപദേശം തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. അപ്പൊ ദൈവം കൽപ്പനകളും ചട്ടങ്ങളും വിധികളും എല്ലാം അതനുസരിക്കാനും അത് പഠിപ്പിക്കാനും അത് പഠിച്ച് മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെയായി തന്നതാണ് എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേലിനെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. നീ അതുകൊണ്ട് ആ ദൈവത്തെ കേൾക്കാൻ ഇസ്രായേലിനെ കേൾക്കാം. ആവർത്തന പുസ്തകം 6-4-5 ഈ വാക്യങ്ങളെ ക്ഷേമ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേമ ഇസ്രായേൽ ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്, വിശ്വാസത്തിന്റെ ഒരു കൺക്ലൂഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാപ്തവാക്യമാണ് എന്ന് പറയാം ഈ ക്ഷേമ. ഇസ്രായേലിനെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇതിനെയാണ് അവർ ചെറിയ ചെറുതുകളിലേക്ക് ആക്കി കയ്യിൽ കെട്ടി വെക്കാറുണ്ട്. യഹൂദന്മാരും കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ചെറുതായിട്ട് അവരുടെ തലകെട്ടിനകത്ത് വയ്ക്കാറുണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് ദൈവം പറയുന്നില്ല, മറിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ വചനം പഠിക്കണം. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നീ വചനം മറ്റുള്ളവരോട്, മക്കളോട്, നിന്റെ അടുത്ത തലമുറകളോട് അവരെ പഠിപ്പിക്കണം. വളരെ ശക്തമായി പറയുകയാണ്. എന്തിനാണ്? ഈ വിശ്വാസത്തിന്റെ ശൈശവത്വം മാറാൻ, വിശ്വാസത്തിന്റെ ശൈശവത്വം മാറാൻ നീ വചനം പഠിക്കണം. ആരും പറയുന്നത് ഇങ്ങനെ അന്ധമായി വിശ്വസിക്കേണ്ട കാര്യമില്ല. വേദപുസ്തകം പറയുന്ന പ്രസംഗം, ക്രിസ്തീയ പ്രസംഗങ്ങളായാലും അന്ധമായിട്ട് വിശ്വസിക്കില്ല. അത് പഠിച്ച് മനസ്സിലാക്കി, ചരിത്രപരമായി അതിനെ മനസ്സിലാക്കി, തെളിവുകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും അതിനെ മനസ്സിലാക്കി, ആധികാരികമായി മനസ്സിലാക്കി നീ വിശ്വസിച്ചാൽ മതി. വിശ്വാസത്തിന്റെ ശൈശവത്വം മാറി വിശ്വാസത്തിൽ സ്ഥിരപ്പെടാനും വളരാനുമാണ് ദൈവവചനം പഠിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീ യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ യഹോവയെ മറക്കരുത്. ദൈവവചനം പഠിച്ച് ദൈവവചനത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് നീ മറക്കരുത്. 14-16 വാക്യങ്ങളിലാണ് അതോടെ പറയുന്നത്. അതുപോലെ പരീക്ഷിക്കരുത്. നീ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നെ നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയണം. എന്താണ് ചരിത്രം മുഴുവൻ പറഞ്ഞ് നീ അവനെ പഠിപ്പിക്കണം. 7-ാമത്തെ വാക്യം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നിന്റെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം എന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദൈവവചന പഠനം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഈ ദൈവവചന പഠനം അത് അന്ധമായി മാറാനല്ല, മറിച്ച് ദൈവവചന പഠനത്തിലൂടെ ആധികാരികമായി പഠിച്ച് വിശ്വാസത്തിൽ നമ്മൾ ബലപ്പെടാനും ശക്തിപ്പെടാനും
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതായി ദൈവവചനത്തിൽ വളരുക. ഒന്ന് ദൈവവചന പഠനം, രണ്ട് ദൈവവചനത്തിൽ വളരുക എന്നതാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 16 വരെയുള്ള ഇന്നത്തെ ലേഖന ഭാഗമാണ്. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വേദഭാഗം. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യ സഭയെ ധൈര്യപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നമ്മുടെ തല, സഭയുടെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നിങ്ങൾ വളരണം എന്നാണ് അവിടെ പറയുന്നത്. അത് മാത്രമല്ല, സഭയിലെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് വിവിധ ചുമതലകൾ നൽകിയിരിക്കുകയാണ്. അവിടെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോ വിശ്വാസ സമൂഹത്തിൽ ദൈവവചനത്തിൽ വളരുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു സൗഖ്യത്തിലൂടെ, ഒരു അത്ഭുതത്തിലൂടെ, ഒരു നന്മയിലൂടെ, അല്ലെങ്കിൽ സുവിശേഷം കേട്ടതിലൂടെ ഞാൻ മാനസാന്തരപ്പെടുന്നു, രക്ഷയിലേക്ക് വരുന്നു. ആ വിശ്വാസത്തെ, ആ തിരിച്ചറിവിനെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി, അതുകൊണ്ടാണ് നിങ്ങളിലുള്ള വിശ്വാസത്തെ ജ്വലിപ്പിക്കണം, അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ചിലരെ പ്രവാചകന്മാരായും അപ്പോസ്തലന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഒക്കെ പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നു. ഇടയന്മാരായും സുവിശേഷകന്മാരായും ഒക്കെ നിയമിച്ചിരിക്കുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ വളർന്ന് ദൈവനാമത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി വ്യത്യസ്തമായ ചുമതലകളും ശുശ്രൂഷകളും ചെയ്യുവാനായിട്ടാണ് എല്ലാ വിശ്വാസികളെയും ആഗ്രഹിച്ചിരിക്കുന്നത്. അത് പുരോഹിതന് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. അപ്പോസ്തലന്റെ ഉത്തരവാദിത്തം, ഇടയന്റെ ഉത്തരവാദിത്തം, സുവിശേഷകന്റെ ഉത്തരവാദിത്തം, പ്രവാചകന്റെ ഉത്തരവാദിത്തം, ഉപദേഷ്ടാക്കന്മാരുടെ ഉത്തരവാദിത്തം, വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഓരോ വിശ്വാസിക്കും അത് വളർന്ന് ദൈവവചനത്തിൽ വളരാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. ദൈവവചനത്തിൽ വളരണം. അതിന് 3 കാര്യങ്ങളാണ്. ഒന്ന് അപ്ബിൽഡിംഗ് ആണ്. അപ്ബിൽഡിംഗ്, ഉയരത്തിലേക്ക് പണിയപ്പെടുക, വളർന്ന് പണിയപ്പെടുക. 2 എഡിഫിക്കേഷൻ, പ്രബോധനത്തിൽ നിലനിൽക്കുക, പ്രബോധനത്തിൽ ശക്തിയാകുക, പ്രബോധനത്തെ വിശാലമാക്കുക. 3 എംപ് പറയും, വിശ്വാസത്തിലും ആത്മാവിലും ശക്തിപ്പെടുക. ഒരു വചനം പഠിച്ച് ശക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. 3ാമതായി ദൈവവചനത്തിൽ ജീവിക്കുക. 1 ദൈവവചന പഠനം, 2 ദൈവവചനത്തിൽ വളരുക, 3 ദൈവവചനത്തിൽ ജീവിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദൈവവചനത്തിൽ ജീവിക്കുക. പലപ്പോഴും ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ്, വേദോസ്തം വായിക്കുന്നു, ധ്യാനിക്കുന്നു എന്നൊക്കെ പറയുന്നു എങ്കിൽ തന്നെ വേഷത്തിൽ കാണുന്നു, പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. പക്ഷെ പ്രവൃത്തിയിൽ കൂടെ അതുണ്ടാകണം. ദൈവവചനത്തിൽ ജീവിക്കാൻ, ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ പ്രവൃത്തിയിൽ എന്താണ്? അതുകൊണ്ടാണ് ഓരോ പ്രധാനമായിട്ടുള്ള പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത് എന്ന് പഠിപ്പിക്കുന്നത്. പ്രവൃത്തിയില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളുടെ പ്രയോജനമില്ല. യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് അതാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്താണ്? 5-ാം അധ്യായത്തിൽ പാഠ്യവചനങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ, നിങ്ങളുടെ പ്രവൃത്തി അവരുടെ മുമ്പിൽ വെളിപ്പെടട്ടെ എന്നാണ്. നിങ്ങളുടെ പ്രവൃത്തി അവരുടെ മുമ്പിൽ വെളിപ്പെടട്ടെ. ആ ഒരു രീതി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് സുവിശേഷ പാഠമായി നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷനാണ് ആ ഭാഗം. 5, 6, 7 അധ്യായങ്ങൾ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണ്, പർവ്വത പ്രസംഗം. അവിടെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് യേശു. തന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. വെറുതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ആത്മീയതയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ ആപ്ലിക്കബിൾ ആയുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ജീവിക്കണം, നിങ്ങളുടെ കണ്ണെങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കൈ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വാക്ക് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ അയൽവാസികളോട് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് നിങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് യേശു ഗിരിപ്രഭാഷണത്തിലൂടെ ചെയ്യുന്നത്. ഇവിടെ
7:24 വാക്യങ്ങളിൽ 2 വ്യക്തികളെ കാണാം. 2 നിർമ്മാതാക്കൾ, 2 ബിൽഡേഴ്സ്. ഒന്ന് ബുദ്ധിയുള്ളവരും ഒന്ന് ബുദ്ധിയില്ലാത്തവരും. ക്ലവർ ആൻഡ് ഫൂളിഷ് ബിൽഡേഴ്സിനെ കുറിച്ച് പറയാണ്. അവർ 2 പേരും വീട് പണിയാനായിട്ട് ആരംഭിക്കുകയാണ്. ഇവിടെ 2 വ്യക്തികളാണ്. ആ 2 വ്യക്തികൾക്കുള്ള വ്യത്യാസം, ഒരാളിന് സൂക്ഷ്മ ബുദ്ധിയും ഒരാളിന് ലാഘവ ബുദ്ധിയുമാണ്. 2 പേരും വീട് പണിയുന്നു. ഒരാള് പാറമേൽ വീട് പണിയുന്നു. പാലസ്തീന്റെ ഒരു രീതി അനുസരിച്ച് പാലസ്തീൻ ആഴത്തിൽ കുഴിക്കുമ്പോൾ ഉറപ്പുള്ള സ്ഥലങ്ങൾ, അതാണ് പാലസ്തീന്റെ ഭൂപ്രകൃതി. അപ്പൊ ആഴത്തിൽ നമ്മൾ 7-ാം അധ്യായം പഠിക്കുമ്പോഴും ഇവിടെ അറിയാം, ഒരുത്തൻ എന്ത് ചെയ്തു, അവന് പാറമേൽ വീട് പണിതു എന്നാണ്. ഉറപ്പ്, വളരെയധികം അധ്വാനിച്ചു. മറ്റവൻ എന്ത് ചെയ്തു, മണലിന് മേൽ വീട് പണിതു. അത് പറഞ്ഞാൽ പ്രതലത്തിലാണ്, അധ്വാനമൊന്നുമില്ല, മടിയനാണ്, മൗഢ്യമുണ്ട്, അലസത ജീവിതത്തിലുണ്ട്. അപ്പൊ 2 വ്യക്തികൾ 2 പേരും വീട് വയ്ക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ വയ്ക്കുന്നു, വ്യത്യസ്തമായ അധ്വാനത്തിലൂടെ വയ്ക്കുന്നു. 2 പേർക്കും ഒരേ പ്രതിസന്ധികൾ നേരിടുകയാണ്, പ്രതികൂലവും വെല്ലുവിളിയും. അത് ബുദ്ധി ഇല്ലാത്ത മണൽമേൽ വീട് വെച്ചവനല്ല പ്രതികൂലം വരുന്നത്. 2 പേർക്കും ഒരേപോലെ പ്രതികൂലം വരികയാണ്. ആ പ്രതികൂലം എങ്ങനെയാണ്? വൻമഴയും കാറ്റും നദി പൊങ്ങി അതിന്റെ മേൽ അലച്ച് ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ ഭാഗത്തിൽ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ അവിടെ പറയുന്നത് പാറമേൽ ആയതുകൊണ്ട് അത് വീടില്ല, മണലിന്മേൽ വെച്ച വീട് അത് തകർന്നു പോയി. ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? അവിടെ യേശു പറയുകയാണ്, എന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ, അതാണ് പ്രധാന പോയിന്റ്. ദൈവവചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. വചനത്തെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീടുകളുടെ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീടുപെടുന്ന മനുഷ്യനോട് തുല്യനാണ്. 24-26 വാക്യം. അപ്പൊ ദൈവവചനം കേൾക്കുകയല്ല, ദൈവവചനം പറയുന്നതനുസരിച്ച് കുറച്ച് ഇങ്ങനെ ആളുകളെ മുമ്പിൽ കാണിക്കുകയല്ല, മറിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം അർത്ഥവത്താകുന്നത്. അവിടെ പ്രതികൂലങ്ങളില്ലാത്ത ഒരു സാഹചര്യമല്ല. ഈ 2 പേർക്കും പ്രതികൂലങ്ങളില്ല. പ്രതികൂലങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നിപ്പോ ഈ മഹാമാരി വന്ന് എന്നോട് ഒരു ആശങ്കയിലാണ്, എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. ആർക്കും അത് ഇന്ന് ഒഴിഞ്ഞേക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ഭാഗമാണ് പലതരത്തിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. ഇത് ഈ ലോകത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാനും വചനപ്രകാരം ജീവിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് പ്രധാനമാണ്. പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ കഴിയില്ല. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ എനിക്ക് സാധിക്കുകയില്ല. 119-ാം സങ്കീർത്തനം 103-104 വാക്യങ്ങൾ പറയാണ്, വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അതെന്റെ വായ്ക്ക് തേനിലും നല്ലത്. ആ വചനപ്രകാരം അത് ഞാൻ പ്രമാണിക്കുന്നു. വചനം പ്രമാണിക്കുന്നവനാണ് അനുഗ്രഹം. 1-ാമത്തെ സങ്കീർത്തനം പഠിക്കുന്നതാണ്, ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ വചനം പഠിച്ച് വചനത്തിൽ വളർന്ന് വചനത്തിൽ ജീവിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അതുകൊണ്ട് ദൈവവചനം പഠിക്കുക, ദൈവവചനത്തിൽ വളരുക, ദൈവവചനത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് എന്നതാണ്. ഇന്ന് സമൂഹത്തിൽ ഒരു വിശ്വാസിയുടെ പ്രസക്തി അവിടെയാണ്. ദൈവവചന പ്രകാരം ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, ആ മാതൃകയിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ വരുന്നു, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയുള്ള ആകുലതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്, പ്ലസ് 2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം
അടുത്ത അഡ്മിഷന്റെ കാര്യം എങ്ങനെയാണ്, ചില കോഴ്സുകൾക്കുള്ളവരുടെ ഇനി ഫ്യൂച്ചർ എന്താണ്, ഈ അവസ്ഥകൾക്കൊക്കെ എവിടെ മാറ്റം വരും, ബിസിനസ്സുകൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ, നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവ് നമ്മളോട് പറയുന്നത്, നീ ദൈവവചനം പഠിച്ച് ദൈവവചനത്തിൽ വളർന്ന് ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു. അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും അത് നമ്മുടെ അയൽവാസികളും സഹോദരങ്ങളും കുടുംബങ്ങളും ഒക്കെ അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവവചനം സജ്ജമാകുമ്പോൾ, വചനത്തിൽ ജീവിക്കുമ്പോൾ, വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, തലമുറകളെ അതിനായിട്ട് ഒരുക്കുമ്പോൾ നമുക്ക് ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും സൗഖ്യവും ഒക്കെ ദൈവം ദാനമായിട്ട് നൽകും. വചനത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊത്ത് ഇവായി വസിക്കുന്ന ഒരനുഭവത്തിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ എല്ലാവരെയും സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. 404 ഗാനം, ദൈവത്തിന്റെ സ്തോത്രം എന്നുള്ള ഗാനം നമുക്കിപ്പോൾ എഴുന്നേറ്റ് പാടാം. ഇപ്പോൾ പ്രത്യേകമായ സ്തോത്ര കാഴ്ചകൾ പ്രത്യേകമായി സമർപ്പിക്കാനുള്ളവർക്ക് സമർപ്പിക്കാം. നമുക്ക് ഈ ഗാനം ആലപിക്കുകയും ചെയ്യാം.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹിക്കപ്പെട്ടായി നല്ല സമയത്ത് ഓർത്ത് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് അവിടെ നൽകിയതിനാൽ സ്തോത്രം. ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തിൽ വളരുവാനും ദൈവവചനത്തിൽ ജീവിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം നിങ്ങളുടെ കാലിന് ദീപവും പാദത്തിന് പ്രകാശവുമാകുവാൻ, വചനം അനുസരിച്ച് സാക്ഷ്യമുള്ളവരായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ വാക്കിലൂടെ ക്രിസ്തുവിനെ വചനത്തെ കാണിച്ചു കൊടുക്കുന്നവരായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, സമാധാനം കണ്ടെത്തുവാൻ, നിത്യജീവന് അവകാശികളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കാണിക്കകളെ, നേർച്ചകളെ, സമർപ്പണങ്ങളെ എല്ലാം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകണമേ. ദൈവകൃപ പകരണമേ. SSLC വിജയത്തെ ഓർത്തുകൊണ്ട് പ്രത്യേക സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്ന ഗോപിക PS പെരുമ്പിലാളൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ പകരുകയും കർത്താവെ പുതിയ മേഖലകളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ വിജയത്തിനായ സ്തോത്രം കൂടുതൽ നന്മകളാൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ P സത്യശീലൻ ഷാരോൺ ഭവൻ ആലുവയൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും അവിടുന്ന് പകരണമേ. ആരോഗ്യവും സൗഖ്യവും ദീർഘായുസ്സും നൽകണം. അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു വിവിധ കാഴ്ചകളും നേർച്ചകളും സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹത്തോടെ ജീവിച്ച് മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രതികൂല ശക്തികളും വിടുവിക്കണമേ. സൗഖ്യം പകരണമേ. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണം. കുടുംബങ്ങളുടെ മേൽ അവിടുന്ന് സമാധാന പ്രഭുവായി വസിക്കണമേ. രോഗങ്ങളുടെ മേൽ അവിടുന്ന് സൗഖ്യദായകനായി അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വീണ്ടും അവിടുത്തെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ, ഒരുമിച്ച് ഒരു ജനമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഞങ്ങൾ ഒരുക്കുകയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ലോകത്തിന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൃപയിൽ സൂക്ഷിക്കണമേ. മാനവ മഹത്വം പക്ഷമെല്ലാം അവിടത്തേക്ക് തരുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയനായ നമ്മുടെ കർത്താവായ യേശുവേ, മരിച്ചവരുടെ നമ്മുടെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ തന്നെ ഇഷ്ടം ചെയ്യുവാൻ പറ്റണം. എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.